ഹായ്. ഇന്ന് ഒരുപാട് സങ്കടത്തോടെയും വിഷമത്തോടെയും ഒക്കെ തന്നെ കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇന്ന് രാവിലെ TV ഓണാക്കിയപ്പോഴും അതുപോലെ തന്നെ പത്രം കണ്ടപ്പോഴും മനസ്സിടിഞ്ഞു പോയി. ഒത്തിരി സങ്കടമായിപ്പോയി. ആ 3 വയസ്സുകാരിയുടെ ആ ദാരുണ അന്ത്യം, അതും പെറ്റ അമ്മയുടെ കൈ കൊണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. അതല്ല, ഭർത്താവിനോടോ ഭർത്താവിൻ്റെ വീട്ടുകാരോടോ നമുക്ക് എന്തെങ്കിലും ദേഷ്യമോ അരിശോ ഉണ്ടെങ്കിൽ ഒന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച ആ മാലാക കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. ഈ പാവങ്ങളും ഭാരങ്ങളും ഒക്കെ നമ്മൾ എവിടെ കൊണ്ടാണ് ഇറക്കി വെക്കുന്നത്? നമുക്ക് ഒരിടത്തും ഇറക്കി വെക്കാൻ പറ്റത്തില്ല. നമുക്കൊക്കെ എല്ലാവർക്കും ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ടാകുന്നേ. നമ്മൾ കുഞ്ഞുങ്ങളെ ചിലപ്പം ചീത്ത പറഞ്ഞെന്നിരിക്കും, ചിലപ്പം 2 തല്ലിയെന്നിരിക്കും. പക്ഷെ അതൊന്നും ഒരു കൊലപാതകത്തിലോട്ടോ അല്ലെ ഒരു ജീവൻ എടുക്കാനായിട്ടോ ഉള്ളതാവരുത്. ഇത് ആ പുള്ളിക്കാരി എപ്പോഴും ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഒക്കെ വഴക്കും പ്രശ്നവുമായിരുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ അറിയുന്നു അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നെന്ന്. മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ ഒരു അനുഭവം ഞങ്ങളുടെ വീടിൻ്റെ എന്നുവെച്ചാൽ അടുത്തല്ല, കുറച്ച് മാറി പുള്ളിക്കാരിക്ക് പ്രസവത്തോടു കൂടി ഇങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായി. അത് കഴിഞ്ഞ് അതിനെ തൊട്ടുള്ള പ്രശ്നങ്ങളാണ്. അവർ ഇച്ചിരി സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്നവരാണ്. അപ്പം ഞങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ ഈ പെൺകൊച്ചിനെ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കൊണ്ടുപോകത്തില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു രജനി, അതൊക്കെ പറ്റുമോ? നമ്മളിപ്പോൾ കുറച്ച് പേരിലേ അറിഞ്ഞിട്ടുള്ളൂ. അവളുടെ ഭാവി പോകും, വിദ്യാഭ്യാസം ഉള്ളതാണ്, ഒരു ജോലി കിട്ടേണ്ടതാണ്, അതുപോലെ തന്നെ പുറത്തറിഞ്ഞാൽ നാണക്കേടാ, പിന്നെ എല്ലാവരും രോഗം മാറിയാലും ഈ മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരാളായിട്ടേ കണക്ക് കൂട്ടുള്ളൂ. പിന്നെ എന്ത് പറഞ്ഞാലും ആ മെൻ്റൽ പ്രോബ്ലം കൊണ്ട് പറയുന്നതെന്ന് പറയും. അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. പ്രസവത്തോടു കൂടി പിന്നെ ഉറക്കളച്ചിരുന്നിട്ട് കൊച്ചിൻ്റെ വഴക്കും പ്രശ്നവും ഒക്കെ ആയിട്ട് ഉറക്കളച്ചിരുന്നിട്ടുണ്ടായ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞതുപോലെ പുള്ളിക്കാരി കൊച്ചിനെ ഒന്നും ചെയ്തില്ല. ഒരു ദിവസം പുള്ളിക്കാരി കൈയുടെ ഞരമ്പ് കട്ട് ചെയ്തു, പുള്ളിക്കാരി ആത്മഹത്യ ചെയ്തു. അവർ പിന്നെ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ പുറത്തറിയും എന്നുള്ള ദുരഭിമാനം കൊണ്ടുണ്ടാകുന്നതാണ് കൂടുതലും പ്രശ്നങ്ങൾ. ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊല്ലുക മാനസിക പ്രശ്നം കൊണ്ടെന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു ദുരഭിമാനവും വെക്കേണ്ട കാര്യമല്ല. ഒരു കുഞ്ഞിൻ്റെ അല്ലെ ഒരു അമ്മയുടെ ജീവനെ കഴിഞ്ഞും വലുതൊന്നും അല്ലല്ലോ ഈ ദുരഭിമാനം. ഇന്ന് എൻ്റെ സത്യമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഇതുപോലൊരു മനപ്രയാസം. അതുകൊണ്ട് ഞാൻ പറയാണ്, പിന്നെ ചിലരുണ്ട് കേട്ടോ മാനസിക പ്രശ്നമില്ലേലും അങ്ങനെ അഭിനയിച്ച് ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഉള്ള ദേഷ്യം കുഞ്ഞുങ്ങളെ തീർക്കുന്നത്, അല്ലെ ഒരു കൊലപാതകത്തിലോട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ആരുമായിട്ടെങ്കിലും സ്നേഹമോ പ്രേമോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോകാനും കുഞ്ഞൊരു ശല്യമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നവരുമുണ്ട്. നമ്മൾ കേട്ടതല്ലേ 2-3 വർഷം മുമ്പ് കടൽ ഭിത്തിയിൽ അടിച്ചടിച്ച് എറിഞ്ഞെറിഞ്ഞ് വീണ്ടും വീണ്ടും കൊച്ചു മരിക്കുന്നിടം വരെ എറിഞ്ഞത്. ഇതുമൊക്കെ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അശ്രദ്ധയുണ്ട്. കൂടുതലും ഭർത്താവിൻ്റെ ഒരു അശ്രദ്ധയുണ്ടാവും. നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ കൂടെ കൂടി കഴിയുമ്പോൾ ഈ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ നമ്മൾ പരിധി വരെയും നമ്മൾ പറഞ്ഞ് തിരുത്തണം. അത് പറ്റത്തില്ല എന്ന് കേട്ടോ നമ്മളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. പിന്നെ അല്ലെ ഭാര്യയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഭാര്യയുടെ മാത്രം കുറ്റം എന്ന് പറയില്ല, ഭർത്താക്കന്മാരും ഇതുപോലെ ചെയ്യുന്നവർ ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഞാൻ പറയുന്നത്. നിരപരാധി പിടിച്ച കുഞ്ഞുങ്ങൾ ഇതിനൊന്നും ഉത്തരവാദിയല്ല. നമുക്ക് വേണ്ടെങ്കിൽ സർക്കാർ എന്തോരം സ്ഥാപനങ്ങൾ പണിതിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരും അച്ഛന്മാരും ഒക്കെ എത്രയോ പേരുണ്ട്. പൊന്നും മനസ്സോടെ 2 കൈയും നീട്ടി മേടിക്കുന്നവർ. എന്തിനാ നമുക്കൊരു ജീവൻ ഇങ്ങോട്ട് എടുക്കാൻ? നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കൊരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെപ്പോഴും എല്ലാവരുടെയും ആലോചനയിലുണ്ടാണ്. നമ്മൾ മരിക്കാൻ പോവാണെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെ നമ്മുടെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്താ വിചാരിക്കുന്നത്? എൻ്റെ ദൈവമേ, ഒരു ദിവസം കൂടെ ആ ജീവൻ നീട്ടിക്കിട്ടണേ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുകയല്ലേ എല്ലാവരും. ഇതൊക്കെ എത്ര സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പൂ വെറുത്ത് കളയുന്നത് പോണക്കാ ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവനൊക്കെ എടുത്തങ്ങോട്ട് കളയുന്നത്. ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? സത്യമായിട്ട് ഞാൻ ചോദിക്കുക, ഇതിനൊക്കെ മാനസിക പ്രശ്നമുണ്ടോ? ഈ കുഞ്ഞിനെ കൊല്ലാൻ അവർ പല പ്രാവശ്യവും പ്ലാനിട്ടു, ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുത്തു, തലക്കെട്ടടിച്ചു, ഏതൊക്കെ രീതിയിൽ ഉപദ്രവിച്ചു. ഇതിനൊന്നും അന്നേരം മാനസിക പ്രശ്നമില്ലേ? മാനസിക പ്രശ്നമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കറിയാൻ മേല. മാനസിക പ്രശ്നമുള്ളവർ ഇവരെന്നാ ഉടുതുണിയും വലിച്ചു പറിച്ച് കീറി കളഞ്ഞിട്ട് നാട് നീളം നടക്കുമായിരുന്നോ? അതോ വല്ലവൻ്റെ വീട്ടിൽ കയറി ഉപദ്രവിച്ചോ? ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ മാത്രം ഉപദ്രവിക്കണമെന്നല്ലേ തോന്നിയുള്ളൂ? കെട്ടിയോനെ ഉപദ്രവിച്ചോ? അതും പോട്ടെ. അല്ലെങ്കിൽ ഇവർ ഈ പെണ്ണുമ്പിള്ള ഇവരുടെ വീട്ടുകാരെ പോയി ഉപദ്രവിച്ചോ? ഇതൊന്നും ചെയ്തില്ലല്ലോ. നാട്ടുകാരുടെ കുഞ്ഞുങ്ങളെ പോയി ഉപദ്രവിച്ചില്ല. ഇതിപ്പോൾ അവനവൻ്റെതിനെ ഉപദ്രവിക്കുന്നതിന് പ്രശ്നമില്ലെന്നും ഒക്കെ ഉള്ള ബോധവും വെളിച്ചമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ. സത്യമായിട്ട് ഞാൻ പറയും, ഇതൊക്കെ അഹങ്കാരമാണ്.
അഹങ്കാരത്തിൻ്റെ മറ്റൊരു വശമാണ്. ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഉള്ള ദേഷ്യത്തിന് ഇരയായത് ആ കുഞ്ഞ്. ഞാനിതാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഒരു മാനസിക പ്രശ്നമുള്ളവർ നമ്മൾ കൊണ്ടുപോയി ചികിത്സിച്ചാൽ ഭേദമാക്കും. അതുകൊണ്ട് ഞാൻ ഇനിയെങ്കിലും ഉള്ള ഒരു ആൾക്കാരോട് ഞാൻ പറയാം, നമ്മുടെ ദേഷ്യം അരിശമൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളോടല്ല തീർക്കേണ്ടത്, നമ്മുടെ ഭർത്താവിനോടോ അല്ല ഭർത്താവിൻ്റെ വീട്ടുകാരോടോ അല്ല തീർക്കേണ്ടത്. ഭർത്താവിൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് സ്വർഗം പോണക്കാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അമ്മായിയമ്മയോ മരുമക്കളോ ഒന്നും ഇന്നില്ലെന്നേ. അവരൊക്കെ എന്നതാ അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്ന അമ്മായിയമ്മയും മരുമക്കളും ഒക്കെ. കൂട്ടുകാരവരൊക്കെ എന്തും ഫ്രീ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു പെങ്കൊച്ച് കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഭർത്താവുമായിട്ടല്ല കമ്പനി. സത്യമായിട്ട് ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ടും ചങ്കിത്തൊട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാനും എൻ്റെ താത്തും ഞങ്ങൾ കൂട്ടുകാരാ. എൻ്റെ കൊച്ചിൻ്റെ എല്ലാ ആവശ്യങ്ങളും കാര്യങ്ങളും, എടി രജനി എനിക്ക് ഇന്നത് പോണൊക്കെ ചെയ്യണം കേട്ടോ, ഇന്നത് പോകണം, നമുക്കൊരു സിനിമയ്ക്ക് പോകാൻ രജനി. ഞാൻ അന്നേരം ഓർത്ത എന്നാണെന്നറിയാമോ, എൻ്റെ കൊച്ചു കല്യാണം കഴിച്ചു വരുന്നതിന് മുമ്പ് ദൈവമേ ഞാനും കൊച്ചുമായിരുന്നു ഇത്രയും നാളും കൂട്ടും സ്നേഹവും, എൻ്റെ കൊച്ച് എൻ്റെ കൈവിട്ട് പോകുവാണല്ലോ എന്നോർത്തൊരു ഭയങ്കര ഒരു സങ്കടവും വിഷമവും എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഇനി എൻ്റെ കൊച്ചിനി എൻ്റെ കാര്യത്തിൽ ഇടപെടുവോ, എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു തരുമോ, ഇനി അവൾ പറയുന്നതല്ലേ കേൾക്കുള്ളൂ. സത്യമായിട്ടും അത് 100% എൻ്റെ കൊച്ച് കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിലും ഒരു പിടിയും കൂടെ ഞങ്ങളെയും കുടുംബക്കാരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ കൈപിടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും, ഒരു മാറ്റവും വന്നില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ പെൺകൊച്ചും. അതിൻ്റെ ഒരു ഉദാഹരണം എന്നാന്ന് പറയട്ടെ, ഞാനും എൻ്റെ പെണ്ണും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവന് യാതൊരു മാനസിക സംഘർഷവും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്ത് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം വിഷ്ണുവിനോടല്ലെന്നേ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിനോടും അല്ലെന്നേ പറയുന്നത്. ഞാൻ എൻ്റെ കൊച്ചിനോട് പറയും, മോനെ എനിക്ക് ഇന്നതുപോണക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഇനിയൊരു വയ്യാഴിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി സുഖമില്ലായിരിക്കും ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയും, മോനെ ദേ അമ്മച്ചിക്ക് വയ്യ, എന്നാടാ മോനെ ചെയ്യുന്നത്? ഉടനെ കൊച്ചു ഓടി വന്നു, നോക്കി, മെഡിസിൻ കൊടുക്കേണ്ടതാണെ കൊടുത്തു, അല്ലെ അമ്മച്ചിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണെ കൊടുത്തു. എന്തായാലും അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം എൻ്റെ കൊച്ചു നല്ല നീറ്റായിട്ട്, സത്യം ആത്മാർത്ഥമായിട്ടും ഈശ്വരൻ സത്യം, എൻ്റെ കൊച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ജൂലൈ 7-ാം തീയതി 4 വർഷം പൂർത്തിയാകും. എൻ്റെ മോൻ വന്നിട്ട് സത്യമായിട്ട് 4 ദിവസം പോയിട്ട് 4 മാസമായെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുപോലെ സന്തോഷമായി എനിക്ക്. കാരണം നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ, അല്ലാത്തൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. പിന്നെ ഞാൻ എല്ലാ ഭർത്താവിൻ്റെ വീട്ടുകാരോടും അല്ലെ അമ്മമാരോടും പറയുമോ, വന്നു കയറുന്ന പെൺമക്കളാകട്ടോ നമ്മുടെ മക്കൾ. നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടാൽ അവർ ആ വീട്ടിലെ കാര്യങ്ങളാണ് നോക്കണ്ടേ, ആ അച്ഛൻ്റെ അമ്മയുടെ ആ കുടുംബത്തിലുള്ളവരുടെയും കാര്യം വേണം നോക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മക്കൾ വരുമ്പോൾ നമ്മൾ സ്നേഹിക്കണം, അവരെ കരുതണം, നമ്മൾ അവരെ ഊട്ടിയും പിറക്കിയും തിരിച്ചു വിടണം. എങ്കിലും നമ്മൾ ആരുടെ കൈ കീഴയില്ല നമ്മൾ നിൽക്കണ്ടേ, നമ്മുടെ വന്നു കയറിയ കുഞ്ഞുങ്ങളുടെ കൈ കീഴയില്ല. അപ്പോൾ അവർക്ക് ഒരിക്കലും തോന്നരുത് അവർക്ക് അവരുടെ മകളോട് സ്നേഹം, ഞാൻ വന്നു കയറിയതല്ലേ, അങ്ങനെ ഒരു തോന്നൽ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അവരുടെ കീഴിൽ നമ്മൾ അവരോടൊപ്പം എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും, നമ്മുടെ മകനും സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമ്മുടെ മകൻ്റെ സന്തോഷമായിരിക്കണം അവനും നമ്മളും ഇഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന പെങ്കൊച്ചല്ലേ, അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ഇഷ്ടവും നമ്മൾ സാധിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെയാകുമ്പം ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലെന്നേ. നമ്മുടെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ചകൾ വരണം. നമ്മൾ പ്രായമായി വരുക, അപ്പം നമ്മളെ ഒന്ന് കരുതണമെങ്കിൽ അവരെ ഉള്ളെന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം. അല്ലാതെ ഞാനിപ്പോഴും കൊമ്പ് കുലുക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്, ഞാനാണ് ഈ വീടിൻ്റെ അധികാരി, എൻ്റെ കൈ കീഴേ കൂടെ എല്ലാം ആകാവുള്ളൂ, അതൊന്നും പാടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പാത്രത്തിലെടുക്കും, ഒരു പാത്രത്തിൽ കഴിക്കും. ഞങ്ങൾ സത്യമായിട്ട് ഞാൻ പറയുക, രാത്രിയിലെല്ലാം ഞങ്ങളുടെ സന്തോഷം. ചില ദിവസങ്ങളിൽ ഞാൻ പറയും, താത്തുവേ എനിക്ക് ഉറക്കം വരുന്നില്ല, നീ ഇങ്ങോട്ട് വാഴില്ല, നീ വന്ന് കൊച്ചിൻ്റെ കൂടെ വന്ന് കിടത്തി, അപ്പം നിനക്ക് ഉറക്കം വരും. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ അമ്മമാരും കുടുംബക്കാരും ഒക്കെ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഇത്രയൊക്കെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വീട്ടിലും ഒരു ഐക്യ മനോഭാവം ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമില്ല. മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്, നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും മരണങ്ങളും ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഇതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. കുഞ്ഞുങ്ങളാണ് നാളത്തെ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങൾ. അവരെ ഇല്ലായ്മ ചെയ്യാൻ നമുക്കാർക്കും ഒരു അധികാരവും അവകാശവും ഇല്ല. അമ്മയുടെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട കല്യാണി മോൾക്ക് ഹൃദയത്തിൽ തൊട്ട് 1000 ആദരാഞ്ജലികൾ. ഇനി ഇതുപോലെ ഒരു കല്യാണി കുട്ടികളും ഉണ്ടാകാതിരിക്കട്ടെ, അമ്മമാരുടെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെടാനായിട്ട് ഇടയാവാതിരിക്കട്ടെ.